ഹലോ ഗേൾസ്, വെൽക്കം ടു 19 സ്റ്റാർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് BR റാങ്കാണ് കളിക്കുന്നത്. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഫോണിൻ്റെ കുറച്ച് ഇഷ്യൂസ് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് BR റാങ്കാണ്. അപ്പോൾ നമ്മൾ പീക്കിലാണ് ഇറങ്ങിയിരിക്കുന്നത്. കുറേ ന്യൂസ് ഉണ്ട്. പിന്നെ സീസൺ മാറിയില്ല. ഇപ്പോഴത്തെ ഫോൺ നന്നാക്കി ഇപ്പോൾ എടുത്ത് കിട്ടിയോണ്ടാണ് കുറച്ച് ലേറ്റായി വീഡിയോ ഒക്കെ ഇടാൻ. അപ്പോൾ ഗണ്ണ് തോമസനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ബാക്കിൽ നിന്ന് ഒരുത്താൻ അടിച്ചു, എനിക്ക് അടിക്കാൻ പറ്റിയില്ല. ഒന്നൊന്ന് പ്ലെയറാ തോന്നുന്നുണ്ട്, ഇരുന്നടിക്കാം. ഒരാൾ തീർന്നു. നമ്മുടെ ടീമിൽ ഒരാൾ നെറ്റില്ല, 3-ാം നമ്പറിൻ്റെ നെറ്റില്ല. ഓക്കെ, നമ്മളെ പൊക്കി തന്നു. ഇതാണ് ടീമേറ്റ്. എവിടെ ചത്തെടുക്കണേ അവിടുന്ന് പൊക്കിത്തരണം. പൊക്കി തരാൻ പറ്റിയ ടോക്കണെങ്കിൽ റിവൈവ് ചെയ്യണം. അങ്ങനെ നമ്മൾ 4-ാം നമ്പർ പാടായിട്ടുണ്ട്. അവനെ പൊക്കി കൊടുക്കണം. ഇത് ഒരുത്തൻ അവനെ നോക്കട്ടെ. തോമസ് എടുത്താൽ മതിയായിരുന്നു. അവൻ്റെ അടുത്ത് MP40 കൈ. അടുത്ത ഓക്കെ, വൈപ്പ്. 1-ാം നമ്പർ വൈപ്പ് എടുത്ത് സീൻ. അപ്പോൾ ഇപ്പം നമ്മുടെ അടുത്തുള്ള വുഡ് പക്കറും തോമസനുമാണ്. MP40 എന്നിട്ട് ഓക്കെ റെഡി. ഓക്കെ, അപ്പോൾ ഇനി വരുന്നുണ്ടോ? നമുക്ക് ഇവിടുന്ന് പോവാം. അങ്ങനെ നമ്മൾ ടീമേറ്റിനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ നിന്നൊക്കെ ഉണ്ടകൾ കളക്ട് ചെയ്യണേ. അപ്പം നമ്മുടെ അടുത്തുള്ള വുഡ് പക്കറും MP40 ആണേ. ഓക്കെ ഗായ്സ്, ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ലൂട്ടൊക്കെ പരമാവധി എടുക്കാൻ നോക്കുകയാണ്. അവിടെ കൂടി ഓടുന്നുണ്ട്. കൈ കണ്ണു പിടിക്കാം. അവിടെ ഇവിടെ എടുത്തിട്ടുണ്ടെന്ന് തീർക്കണം. ഓക്കെ, അർച്ചന തീർച്ച കില്ല് കിട്ടുമോ? ഈ കോങ്ങൊന്ന് മാറിയാലാണ് നല്ലപോലെ അടിക്കുക. മാറിപ്പോളോ, റഷ് ചെയ്താലോ? വേണ്ടല്ലേ, ഓനെ തീർത്ത്. ഞാൻ കൊല്ലാൻ വെച്ചിരുന്ന എളിമയെ തീർക്കുന്ന അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും തീർത്ത്. ഇവൻ്റെക്കുന്ന് കുറേ മെഡിക്കിച്ചിട്ടി. എന്തായാലും അത് നല്ല കാര്യം. ഓക്കെ, അങ്ങനെ 3-ാം നമ്പർ പടായിട്ടുണ്ട്. അവനെ പൊക്കി കൊടുത്തിട്ട് കാര്യം, അവനക്ക് റേഞ്ച് ചെയ്യത്താ. 4-ാം നമ്പറിന് നെറ്റ് പോയി. കൊള്ളാലോ, അത് എല്ലാവരും നെറ്റും പോകുന്നുണ്ട്. ഞാൻ പാടുള്ളു കുറച്ച് ആൾക്കാരാണ്. ഞാനും 1-ാം നമ്പറുമാണ്. എന്തായാലും ഇത് മിക്കവാറും ഈ കളി പോയടിക്കാനുള്ള ചാൻസ് കുറവാണ് ഗൈസ്. മാഗൊക്കെ ഉണ്ട്. ഇവിടെ എലിമിനേഷനാണ്. നമുക്ക് ഡ്രോൺ പറത്താം. അടുത്ത ഡ്രോൺ കിട്ടിയല്ലോ. അടിപൊളി. എൻ്റെ അടുത്ത് എസ്കേപ്പ് ആയാലും ഉണ്ടല്ലേ.
ഇതാ പിന്നെ അല്ലാതെ എത്താണ് ഉൾപ്പക്കൾ ഒരു സ്ഥലത്ത് പോലും ഉണ്ടാവില്ല. അയ്യോ പണിപാളി എന്ന് പറയുന്ന പോലെ പണിപാളിയിട്ടുണ്ട്. കാര്യം നോക്കുക, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി 2 പേരും നെറ്റും പോയി കിടക്കുകയാണ്. എന്തായാലും ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് അടിക്കാത്തവർ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതോ അല്ലെങ്കിൽ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കണവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അടിനരങ്ങുണ്ടോയില്ല, നമ്മൾ മെല്ലെ സ്മൂത്തായി കളിക്കാം. ചത്താൽ എന്നോടൊന്നും പറയരുത്. എന്തായാലും പോയി അടിക്കാനുള്ള സാധ്യത ക്രൂരാണ്. ടീമേറ്റാണ് അപ്പോഴുള്ള പ്രതീക്ഷ. ഓരും പോയി. പീക്കിലൊന്നും ഇല്ലയോ എന്നുണ്ടാവും. പീക്കിലാണ് മറ്റേ റേഞ്ച് പോയ ഒരാളുള്ളത്. ഓനാണ് ഇത്രയും നേരം കൊന്നിട്ടുമില്ല. ആകെ പീക്കിക്കന്നെ പോയല്ലോ. ഇത് പറയുന്നു പീക്കിക്കന്നെ പോകുന്നു. ആരുമില്ല. പോണം. എനിക്ക് 10 മെഡിക്കറ്റൊക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ. അഥവാ ചത്താലോ. പീക്കിലാളുണ്ട്. ഓക്കെ, ഇപ്പോൾ പീക്കിലാളുണ്ടെന്ന് കൺഫേം ഉണ്ട്. കൊണ്ട് വരുമോ? എവിടുന്നാണ് അടിക്കുന്നത്? ഇത് പിന്നെ അടിക്കുന്നത് അങ്ങനെ ഒരു ആളിൻ്റെ ഉള്ളിൽ കൂടെ അടിക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. ഇവിടെ മേലെത്തി. എപ്പോഴും മേലെത്തി. ഞാൻ പറഞ്ഞാൽ ഈ സൈഡ് കൂടി കറങ്ങി വിട്ടെ. കണ്ട ടീം വായ്. ഇനി ബാക്കിയുള്ളവരതാ. ഓടിക്ക കണ്ടം പോയി. ഇവിടെ നിന്നാൽ ശരിയാവൂല. തിരിഞ്ഞു കൊടുക്കണം എല്ലാ സ്ഥലത്തും എനിമീസാ. എടാ ഫുൾ ടൈം നല്ല ഡാമൊട്ടിട്ടുണ്ട്. എന്തായാലും മെഡിക്കറ്റ് അടിച്ചിട്ട് നോക്കിയ ഇതൊരാ ഫോള്. ടീമേറ്റും പടായി. മറ്റേ റേഞ്ച് ചെയ്യാത്തോണ്ട് ബാക്ക് അടിഞ്ഞ് പോവുകയും ചെയ്തേ. അപ്പോൾ ഗൈസ് നമ്മൾ പടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സീസൺ മാറിയപ്പോൾ ഗോൾഡ് 3 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ബൈ.